കനത്ത മഴയിൽ തകർന്ന മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എംജി നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയിലൂടെ ഭാഗം താൽക്കാലിക ബസ് സംവിധാനമൊരുക്കി യാത്രായോഗ്യമാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിലൂടെയാണ് താൽക്കാലികമായി യാത്രാമാർഗമൊരുക്കിയത്. ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എംജി നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഒരു ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത്. ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലുമായി. പ്രദേശത്തെ 20-ലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത്. 2018 പ്രളയത്തിലാണ് നടപ്പുവഴിയുടെ ഈ ഭാഗം തകർന്നത്. പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നടന്നു പോകാവുന്ന രീതിയിൽ പാലത്തിന് സമാന രീതിയിൽ സംവിധാനമൊരുക്കി. ഈ യാത്രാമാർഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ തകർന്നത്. മഴ കുറഞ്ഞതോടെ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ വീണ്ടും സമാന രീതിയിൽ പ്രദേശത്ത് യാത്രാമാർഗമൊരുക്കി. കഴിഞ്ഞ മഴയ്ക്ക് മൊത്തം ഇടിഞ്ഞു പോയതാണ്. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് പോയി. ഇവിടെ ഉള്ള ഒരു 10-30ഓളം കുടുംബങ്ങൾക്ക് നടക്കാൻ വഴിയില്ലാതെ ഞങ്ങൾ മെമ്പറെ മറ്റു നേതാക്കന്മാരെ അറിയിച്ചു. ഏതായാലും നമ്മുടെ വൈസ് പ്രസിഡന്റ് മെമ്പർ വന്ന് പാലം ഇട്ടു തന്നു. വളരെ നന്ദിയുണ്ട്. ഇനിയും ബാക്കിയുള്ള നടപടികൾ റെഡിയാക്കി തരാമെന്ന് MLA പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് മെമ്പർ പറഞ്ഞു. അതൊക്കെ ശരിയാക്കി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുടുംബങ്ങൾക്ക് നടന്നു പോകുവാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയെങ്കിലും ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷയും ഒപ്പം ഉറപ്പുള്ള നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.